എത്ര സമയം നിന്നോട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കാൻ പറയുന്നേ? ഞാൻ ദേ കിടക്കാൻ പോവാ. പിന്നില്ലേ, നാളെ ഒന്ന് എന്നെ കുർബാനക്ക് പള്ളി കൊണ്ടുവിടാൻ പറയണേ. കണക്കായി. 10 മണിക്ക് ഉറങ്ങി എണീക്കുന്ന ഓൻ്റെ അടുത്താ. ഒന്ന് പറയപ്പാ, നാളെ എൻ്റെ അമ്മ വരൂല. പറഞ്ഞോക്കാം. ശരി എന്നാ, ഗുഡ് നൈറ്റ്. പോകുമ്പോ ലൈറ്റ് കൂടി ഒന്ന് ഓഫ് ചെയ്തേ. എടാ, നാളെ ഒന്ന് കൊച്ചിനെ പള്ളിയിൽ കൊണ്ടുപോയിടണേ. ഞാനാണ് എപ്പോഴാ പള്ളിയിൽ കൊണ്ടുപോയി വിടല്? നീ ഇപ്പൊ എത്രയായി പള്ളിയിൽ പോയിട്ട്? നാളെ അവളെ കൂടെ ഒന്ന് പള്ളിയിൽ പോയിട്ട് വാടാ. എണീച്ചിട്ടുണ്ടാ പോവാ. തമ്പുരാൻ അറിയാം. ഏട്ടന് ഇന്നേലും എൻ്റെ കൂടെ കുർബാന കൂടെ വന്നൂടെ? ഏതെങ്കിലും ഒന്ന് നോക്കടാ, അല്ലെങ്കിൽ ആ TV അങ്ങ് ഓഫാക്ക്. Nicely put away. That sort of ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ പിന്നെ വിളിക്കാം. എന്താ എന്റെ പ്രശ്നം? കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റൂ. ഒന്നുമില്ലടാ. കരയാണ്ട് കാര്യം പറ. നിന്നോട് ഞാൻ എൻ്റെ ഒരു കസിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, എബിൻ. അവനിന്ന് എന്നോട് ഓൻ മോശമായിട്ടുണ്ടെന്നും പറഞ്ഞോ? നിന്നോടെന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഞാൻ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ. ഏട്ടൻ വീട്ടില്ലേ? ഏട്ടനോട് ക്രിക്കറ്റ് കളിക്കാൻ പോണെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട, കിടന്നോ, ഞാൻ വിളിക്കാം. ഇതൊന്നും രണ്ടിനും തിന്നാനൊന്നും വേണ്ടേ? എടാ, എനിക്കൊന്നും വേണ്ടേ? പള്ളിയിൽ നിന്ന് വന്നിട്ട് കുറെ നേരം ആയല്ലോ. എനിക്കിന്ന് മാച്ച് ഉണ്ട്, ഞാൻ ചിലപ്പോൾ കളിക്കാൻ പോകും. ആണേ, എന്റെ ഫുഡ് എടുത്ത് താല് വെച്ചിട്ടുണ്ട്, വേണം പോയി കഴിച്ചോ. അമ്മ ആന്റിയുടെ വീട്ടിലെല്ലാം പോയിട്ട് വൈകുന്നേരം വരൂ പറഞ്ഞ് ഞാൻ കളിക്കാൻ പോയി. എന്നാ 12 മിസ് കോളാ, പന്നിക്കുന്ന പ്രാന്തായ.
ഹലോ, എന്തിനാണ് വിളിച്ചേ? എന്താണെങ്കിൽ നീ നൈറ്റ് ക്ലബിലേക്ക് അന്നേരം പറയാം. ചെക്കനെ കൊണ്ട് ഇറങ്ങാറായല്ലോ. എന്നാൽ പിന്നെ നീ പുറത്തിറങ്ങിക്ക്, ഞാൻ അങ്ങേക്ക് വരാം. എന്നാടാ കാര്യം? പെട്ടെന്ന് പറ, പോയിട്ട് വേറെ പണിയുണ്ട്. ഓള് നാട്ടിലുണ്ടെന്നും പറഞ്ഞു. ഇല്ല, എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇന്ന് പള്ളിയിൽ നിന്ന് എടുക്കുക എബിനെന്താ അവളോട് മോശമായിട്ട് പെരുമാറി. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാ പിന്നെ നീ വിട്ടോടാ, എന്നാ വെച്ചാൽ ചെയ്തോളാം. എടാ, ഇത് പിന്നെ വേറെ ആർക്കും പറയാൻ നിൽക്കണ്ട. ഹലോ, എടാ ഞാൻ ഇന്ന് കളിക്കാനില്ല കേട്ടാ, വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ശരി, ഓക്കെ. എൻ്റെ എബിയും വീട്ടിലുണ്ടാ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ. എന്തായാലും ചിക്കൻ ഡിന്നർ അടിക്കണം മോനെ, ഇന്നെൻ്റെ ദിവസമാണ്. ഇന്നോളെ എനക്ക് ഒറ്റക്ക് കിട്ടിയിടാ. കുറെ കാലമായി ഞാൻ നോക്കി നടക്കുന്നു. എന്നിട്ടെന്ത്, ഞാൻ ഓളെ ഒന്ന് മൂടാക്കി. എന്തെല്ലോ പറഞ്ഞ് ആദ്യം ഓളൊന്നും വേണ്ടിയില്ല, പിന്നെ സെറ്റാക്കി. ഓളെന്തെല്ലോ പറയുന്നുണ്ടായിരുന്നടാ. ഓള് പൊളിയല്ലടാ. നിന്നോട് ഞാൻ എങ്ങനെ അതെല്ലാം പറയേ? ഉച്ചക്കോളേട്ടൻ എന്തായാലും കളിക്കാൻ പോകും. അപ്പോൾ ഞാനിവിടുന്ന് എന്തെങ്കിലും പറഞ്ഞു ചെയ്യും. ഇന്ന് എന്തെങ്കിലും നടക്കും മോനെ. നീ മൂഡ് കളയാണ്ട് വേഗം പോയി ചിക്കൻ ഡിന്നർ അടിക്കാൻ നോക്ക്. സീൻ അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാനാവാത്തതും എന്റെ മോൻ മാറിപ്പോയല്ലേ. അമ്മ അതറിഞ്ഞില്ല മോനെ. നാളെ എന്റെ കുഞ്ഞു പെങ്ങളെ ഈ കണ്ണിൽ കാണില്ല എന്ന് ആര് കണ്ടു? അമ്മൂസേ, മോളിതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടാ. എബിനാണ് കുറച്ച് കുരുത്തക്കേടില്ലോണ്ട് എബിനാണ് അമ്മ തല്ലിയിട്ടുണ്ടായി. നമുക്ക് ഇവിടുന്ന് കേക്കെല്ലാം കഴിച്ച് വൈകുന്നേരം അമ്മ വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ ഇത് അമ്മയുടെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട.
എടാ അപ്പൊ നീ എബിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലേ? ഞാൻ അവൻ്റെ അടുത്ത് ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? എനിക്ക് പറയാലോ, അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ എന്തായാലും എനിക്ക് അവനെ നേരിട്ട് ഒരു ദിവസം കാണണം. ഇതാ ഞാൻ ചോദിച്ചേ. ഇനി ഞാൻ പ്രശ്നത്തിനൊന്നും പോകണ്ട. പക്ഷെ ഓക്കെ ഇതിൻ്റെ അടുത്ത് നേരിട്ടല്ലാണ്ട് ഒരിക്കൽ പറയായിരുന്നു. ഇപ്പൊ തന്നെ നിന്റെ ഈ ചൂടൻ സ്വഭാവം വെച്ച് നീ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. പിന്നെയാണ് അവളുടെ കാര്യം. പക്ഷേ അവൾക്ക് നീ ഉള്ളത് എപ്പോഴൊരു ധൈര്യമാണ്, എനിക്കുള്ളത് പോലെ. എടാ ആ പണ്ടത്തെ നിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെന്നറിയാം നിനക്ക്? ഇതാ നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. നീ ഇങ്ങ് വന്നേ.